ഹലോ! ഇന്നത്തെ നമ്മുടെ താരം കറിവേപ്പിലയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണേ. അതുപോലെ ലൈക്കും തരണം ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ താരം കറിവേപ്പിലയാണ്. മുടി നല്ല കറുപ്പാകാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ഉപയോഗിക്കുന്നത്. മുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല കറുത്ത കളറ് വരാൻ നല്ല കറുപ്പ് മുടി വരാനും താരനകറ്റാനും എല്ലാം ഈ കറിവേപ്പില പാക്ക് നല്ലതാണ്. പിന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നവർക്കും ഈ കറിവേപ്പില പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറിവേപ്പിലേനെ നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഊരിയിടുക. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണം ഇത് അരച്ച് വയ്ക്കാനൊക്കെ കേട്ടോ. തണുത്ത വെള്ളത്തിൽ അരയ്ക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അരച്ചിട്ട് ഞാനതവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യാറുള്ള ഫേസ് ഓയിൽ മസാജ് ചെയ്യണ്ടേ. കുളിക്കുന്നതിന് മുന്നേ ഒരു ദിവസം പോലും തെറ്റരുത് കൂട്ടരെ, എന്നും ഫേസ് ഓയിൽ മസാജ് ചെയ്യണം. മുഖം നല്ല ഗ്ലാസ് സ്കിന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾക്ക് പലതരം ക്രീമുകളും ഇന്ന് എല്ലാവരും തേക്കുന്നുണ്ട് അല്ലേ. സൺസ്ക്രീനും അങ്ങനെ സൺസ്ക്രീൻ തേക്കണം കേട്ടോ, അത് നല്ലത് തന്നെയാണ്. പക്ഷേങ്കിൽ ഈ നല്ല ഗ്ലാസ് സ്കിൻ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്ത് ഇതുപോലെ ഓയിൽ മസാജ് ചെയ്താൽ നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു മസാജും കൂടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുളിച്ച് നോക്കിയേ, നല്ല സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നല്ല സ്കിന്ന് നല്ല സൂപ്പറായിരിക്കും, നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കും മുഖം. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ കണ്ണിൻ്റെ തടത്തിലെ കറുപ്പ് കളറ് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യമേ പറയുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് കളറ് പോകാനും ഈ ഓയിൽ മസാജ് വളരെയധികം നല്ലതാണ്. പിന്നെ ഇങ്ങനെ ഡബിൾ ചിന്നി വരുന്നതിനും ഇതുപോലെ ഓയിൽ മസാജ് ചെയ്തിട്ട് മുകളിലോട്ടാക്കി കൊടുത്താൽ നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മോതിരവിരൽ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ചെറിയ നേരിയ സ്കിന്നാണ് അവിടുത്തെ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് എല്ലായിടത്തും നമ്മുടെ ചുളിവുകളുള്ള ഭാഗത്തൊക്കെ നല്ലൊരു ഓയിൽ മസാജ് കൊടുത്താൽ വളരെയധികം സുഖമാണ് നമുക്ക്. അന്നത്തെ ദിവസം കുളി കഴിഞ്ഞാൽ മുഖത്തൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിച്ച് നോക്കിയേ, നല്ല സുഖമായിരിക്കും. ലൈറ്റ് ചൂടുവെള്ളത്തിലും നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓയിൽ മസാജ് ചെയ്യണം. നമ്മുടെ നെറ്റിത്തടത്തിലുള്ള വരകൾ ചിലവർക്കൊക്കെ ഏകദേശം ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്കും മുഖത്ത് ഇങ്ങനെ വരകൾ വീഴും. അത് പോകാനും നല്ലതാണ്. പിന്നെ ചെവിയുടെ ബാക്കിൽ തേച്ചാൽ അതും വളരെയധികം നല്ലതാണ്. എപ്പോഴും കുളിക്കുമ്പോൾ ചെവിൻ്റെ ബാക്കിലും കൂടിയും വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം കുളിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ മുഖത്ത് മാത്രമല്ല, കഴുത്തിൻ്റെ അവിടെയും തേക്കണം. പിന്നെ താടിയലിൻ്റെ അവിടെ ഡബിൾ ചിന്ന് വരാതിരിക്കാനും നല്ലോണം ചെയ്യണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ വിരലുകൾക്ക് ഒരു മസാജും കൊടുത്താൽ സൂപ്പറായില്ലേ. ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയാലാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ കൈയും മുഖം വളരെയധികം വ്യത്യാസമുണ്ട്. കൈൻ്റെ അവിടെ ഭയങ്കര കറുപ്പാണ്. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആ നിറം വരും കേട്ടോ. എൻ്റെ വിരലുകൾക്കൊക്കെ നല്ല കളറ് വരുന്നുണ്ട്. പിന്നെ ഞാൻ തേക്കുന്ന എണ്ണയാണിത്. ഞാൻ കാച്ചിയ എണ്ണയായിരുന്നു തേച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് തൈറോയ്ഡിന് പറ്റിയ എണ്ണയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതേത് എണ്ണയാണെന്ന് ഞാൻ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആ എണ്ണയാണ് തേക്കുന്നത്. എണ്ണ ദിവസവും വെളിച്ചെണ്ണ തേച്ചിട്ട് കുളിക്കണം എന്നില്ല കേട്ടോ. നമ്മൾ ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ചക്ക് 3 ദിവസം എണ്ണ തേച്ച് കുളിക്കുക. എണ്ണ തേച്ച് ഓയിൽ മസാജ് തലക്ക് നല്ലോണം ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാക്ക് ഇടാം. പിന്നെ താരൻ വരും ഈ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ എണ്ണ കഴുകി കളയാൻ മറക്കരുത്. ഒരിക്കലും തലയിൽ എണ്ണ വെച്ചിട്ട് വയ്ക്കരുത്. അപ്പോൾ നമുക്ക് തലയിൽ താരൻ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാക്ക് ഇട്ടാലോ. അപ്പോൾ അതാ നല്ലോണം മുടിയുടെ തുമ്പത്തുമൊക്കെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇടാം. അപ്പോൾ കറിവേപ്പില പാക്ക് വളരെയധികം നല്ലതാണ്. കറിവേപ്പില കറിയിലിടാൻ മാത്രമല്ല കേട്ടോ,
നമുക്കിതുപോലെ അരച്ചിട്ട് നമ്മുടെ തലയിലിടാനും നല്ലതാണ്. നല്ല മുടി നല്ല കട്ടക്കറുപ്പാവും. അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഏകദേശം ഒരാഴ്ച, ഒരാഴ്ചയല്ല, ആഴ്ചക്ക് 2 ദിവസം ഇതുപോലെ ചെയ്തിട്ട് മാസത്തിൽ നിങ്ങൾ നോക്കി നോക്കിയേ നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിക്ക് കറിവേപ്പിലയുടെ പാക്കൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇത് മുടി എനിക്കിപ്പോൾ സൗകര്യം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിലത്തൊക്കെ ആവും. അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ട് പാക്ക് ഇടാൻ ഒരു ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ഇത് അധികം ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അടുക്കളയിലാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വേറെ സൗകര്യം കുറവാണ്. അപ്പോൾ ഉള്ളതിൽ കൂടി നമ്മൾ ഒപ്പിക്കാം അല്ലേ. അങ്ങനെ നമ്മൾ പാക്കൊക്കെ ഇട്ടു. അടിപൊളിയായിട്ട് ഇനി കുളിച്ച് ഫ്രഷായിട്ട് വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.